നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പെയിന്റിംഗ് രാധേ രാധേ. കൃഷ്ണന്റെ പ്രിയ സഖി രാധയെയാണ് ഇന്ന് വരയ്ക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത രാധയുടെ കളറിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളീയ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലും പറയുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലെ ഐ ബട്ടണിലും കൊടുക്കാം. മ്യൂറൽ ചിത്രങ്ങളുടെ ചരിത്രവും അവ എങ്ങനെ വരയ്ക്കണമെന്നും തുടർന്നുള്ള വീഡിയോകളിലായി ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പണ്ട് കാലത്ത് കാവിച്ചുവപ്പ്, കാവിമഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള, നീല, ഹരിതനീലം, കറുപ്പ്, മഞ്ഞ, സ്വർണമഞ്ഞ തുടങ്ങിയ നിറങ്ങളാണ് ചുവർ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. എങ്കിലും കാവിച്ചുവപ്പാണ് കേരളത്തിലെ ചുവർ ചിത്രങ്ങളിലെ പ്രധാന വർണ്ണം. മണ്ണിലെ ധാതുക്കളും സസ്യഭാഗങ്ങളും രാസവസ്തുക്കളും ചായങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. വെട്ടുകല്ലിൽ നിന്ന് കാവിച്ചുവപ്പും കാവിമഞ്ഞയും, നീല അമരിയുടെ പൂവിൽ നിന്നും നീല നിറവും, എരവിക്കറയിലോ മനയോലയിലോ നീല നിറം ചേർത്ത് പച്ച നിറവും, എണ്ണക്കരിയിൽ നിന്ന് കറുപ്പ് നിറവുമാണ് നിർമ്മിച്ചിരുന്നത്. കൂടാതെ ചായില്യവും നിറക്കൂട്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. ചായില്യം എന്നാൽ ഓറഞ്ച് നിറം കലർന്ന ചുവപ്പ് നിറത്തിൽ ലഭിക്കുന്ന പ്രകൃതിദത്തമായ ഒരു വർണ്ണമാണ്. മെർക്കുറിക് സൾഫൈഡ് എന്ന രാസസംയുക്തമായ ഇത് ഒരു അസംസ്കൃത വസ്തു കൂടിയാണ്. ശുദ്ധി ചെയ്ത ചായില്യം ശരീരപുഷ്ടി, ക്ഷയം, പാണ്ട്, ശരീരവേദന എന്നീ അസുഖങ്ങൾക്ക് മരുന്നായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ ഇത് ജാതിലിംഗ എന്ന് അറിയപ്പെടുന്നു. ചുവർ ചിത്രരചനയിലെ ചില ചായങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തുരിശ് ലായനിയിലോ നാരങ്ങാ നീരിലോ പൂശി കുമ്മായം നേർപ്പിക്കുകയും ചെയ്തിരുന്നു. കോരപ്പുല്ല്, കൈതവേര്, മുളന്തണ്ട് എന്നിവ കൊണ്ടാണ് ബ്രഷും വരയ്ക്കാനുള്ള തൂലികയും നിർമ്മിച്ചിരുന്നത്. ചായം പൂശാൻ കോതപ്പുല്ലും ചായം പരത്താൻ കൈതവേരും ഉപയോഗിച്ചിരുന്നു.
തടി കൊണ്ടുള്ള മരവിയിൽ ചായം കൂട്ടി ചിരട്ടയിൽ പകർന്നാണ് ചായം തേച്ചിരുന്നത്. ഭിത്തിയിലെ പരുത്ത ഒന്നാം പ്രതലത്തിനു മുകളിൽ കുമ്മായം തേച്ച് അതിനു മുകളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. അറ്റം കൂർപ്പിച്ച മുളന്തണ്ട് മഞ്ഞ ചായത്തിൽ മുക്കി ബാഹ്യരേഖ വരച്ച് ചുവന്ന ചായം കൊണ്ട് ദൃഢമാക്കിയിരുന്നു. അതിനുശേഷം ചായങ്ങൾ തേച്ച് പിടിപ്പിക്കുന്നു. പിന്നീട് ചിത്രരചന കഴിഞ്ഞാൽ പൈൻമരക്കറ 1/4 എണ്ണയും ചേർത്ത് തുണിയിൽ അരിച്ച് ചുവരിൽ തേച്ച് ബലപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. മതപരമായ പ്രമേയങ്ങളാണ് കേരളത്തിലെ ചിത്രങ്ങളിൽ അധികവും കാണുന്നത്. കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും മുഖ്യമായി ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള ദേവീദേവന്മാരും പുരാണ കഥകളുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപൂർവമായി നാടുവാഴികളെയും സാധാരണക്കാരെയും ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ യഥാതഥമായ രീതിയിലല്ല, മറിച്ച് കാൽപ്പനികവും ആദർശാത്മകവുമായാണ് രചിച്ചിരിക്കുന്നത്. വർണ്ണപ്രയോഗങ്ങളിൽ ആധാരമായ പാശ്ചാത്യ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി രേഖകളുടെ വിന്യാസത്തിലൂടെയും അവയ്ക്ക് അനുരൂപങ്ങളായ വർണ്ണങ്ങളിലൂടെയും ഭാവോത്കർഷം വരുത്തിയാണ് ഭാരതീയ ചിത്രരചനാ ശൈലി. സാത്വിക മൂർത്തികൾക്ക് പച്ചയും, രജോ ഗുണമുള്ളവർക്ക് ചുവപ്പും മഞ്ഞ കലർന്ന ചുവപ്പും, തമോ ഗുണമുള്ളവർക്ക് വൈഷ്ണവ പക്ഷപ്രകാരം വെള്ളയോ ശൈവപക്ഷപ്രകാരം കറുപ്പോ നൽകിയിരുന്നു. ചിത്രീകരണ ശൈലികളിൽ ഭാവഗീതാത്മകമായ വൈണികം എന്ന രീതിക്കാണ് കൂടുതൽ പ്രചാരം. സത്യം, നാഗരം, മിശ്രം എന്നിവയാണ് മറ്റു 3 ശൈലികൾ. വിഗ്രഹ നിർമ്മാണത്തിലെ താലപ്രമാണവും കേരളീയവുമായ സവിശേഷതകളും ചിത്രങ്ങളിൽ കാണാം. കേരളത്തിലെ കുന്നുകളും താഴ്വരകളും നടനകലകളിലെ വേഷവും സ്തോഭ പ്രകടന രീതികളും കേരളീയ വാദ്യോപകരണങ്ങളും ചുവർ ചിത്രങ്ങളിലുണ്ട്. വിവിധ തരം പുരുഷന്മാരെയും സ്ത്രീകളെയും ചിത്രീകരിച്ചിരിക്കുന്നത് അതതു പ്രമാണങ്ങൾ അനുസരിച്ചാണ്. താലവ്യവസ്ഥ പള്ളികളിലെ ചിത്രങ്ങൾക്കില്ല. വർണ്ണങ്ങളുടെ സൗമ്യ പ്രസരണത്തിനു പകരം വർണ്ണപ്പൊലിമയാണ് ഇവയ്ക്ക്. രൂപങ്ങളുടെ പുറമെ കാണുന്ന അലങ്കാര രേഖകളും അവയിലില്ല. നൈസർഗികമായ ചൈതന്യവും കർമ്മ ചൈതന്യത്തിന്റെ താളവും അഭൗതിക ഗാംഭീര്യവും ഉള്ളവയാണ് ഈ ചിത്രങ്ങൾ. ഇനി ആധുനിക രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിത്രം വരച്ചു തുടങ്ങുന്നത് മഞ്ഞയിൽ നിന്നാണ്. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ആദ്യമായി ചുവരിൽ വരയ്ക്കുന്നത് മഞ്ഞ നിറം കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ പേപ്പറിലോ ക്യാൻവാസിലോ മ്യൂറൽ ചെയ്യുമ്പോൾ മഞ്ഞ നിറത്തിന് പകരം പെൻസിൽ കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായും ഭംഗിയായും പേപ്പറിലേക്ക് വരയ്ക്കണം. ഈ ചിത്രം ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ച് CD മാർക്കർ കൊണ്ട് കോപ്പി ചെയ്ത് സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്കെച്ച് ഉപയോഗിച്ച് ചിത്രം വീണ്ടും വരയ്ക്കാവുന്നതാണ്. അത് ഒരു സ്റ്റെൻസിൽ പോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഈ ചിത്രം തന്നെ രണ്ടാമത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ക്യാൻവാസിന്റെയോ പേപ്പറിന്റെയോ മുകളിൽ വെച്ച് അതിനടിയിൽ കാർബൺ ഷീറ്റ് വെച്ച് ചിത്രം എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ്. കാർബൺ പേപ്പർ ഉപയോഗിക്കുമ്പോൾ മഞ്ഞയോ ചുവപ്പോ കളർ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം.
കാരണം മറ്റു നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ റെഡ് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ സ്കെച്ചിന്റെ നിറം ഉയർന്നു നിൽക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന്റെ റെഡ് ഔട്ട്ലൈൻ തെളിഞ്ഞു കാണാൻ സാധിക്കില്ല. ഇങ്ങനെ കോപ്പി ചെയ്ത പടത്തിന് മുകളിലൂടെ വീണ്ടും യെല്ലോ ഓക്കറോ റെഡോ ഉപയോഗിച്ച് മുഴുവനായും ഔട്ട്ലൈൻ ചെയ്യണം. അതോടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പടത്തിന്റെ സ്കെച്ചിങ് പൂർത്തിയായി. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മ്യൂറൽ പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോകളിൽ തുടരുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിത്രകലയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.